BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. കാലം തെറ്റി, സമയം തെറ്റി, ഇക്കുറിയും മൺസൂൺ മഴയെത്തി. ജൂലൈ 8 ബുധനാഴ്ച എത്തുമെന്ന് പ്രതീക്ഷിച്ച മഴ 9-ന് ദേശവ്യാപകമായി വീണ്ടും പെയ്തു. പക്ഷേ മഴയുടെ അളവിൽ കാര്യമായ കുറവ് വന്നു. സാധാരണ ജൂൺ 1-ന് കേരളത്തിൽ എത്തുന്ന മഴ ഇക്കുറി ജൂൺ 4-നാണ് എത്തിയത്. കഴിഞ്ഞ വർഷം ജൂൺ 29-ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മഴ എത്തുകയും അതിനു മുമ്പിലത്തെ വർഷത്തേക്കാൾ 108% കൂടുതൽ അളവിൽ മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ വർഷം മൺസൂൺ മഴയുടെ അളവ് 40% കുറയും എന്നാണ് കണക്കാക്കിയിരുന്നത്. ജൂണിൽ മഴ വളരെ കുറച്ച് മാത്രം പെയ്തതോടെ ഏറ്റവും കുറഞ്ഞ മഴപ്പെയ്ത്തായി മാറും എന്നാണ് കണക്കാക്കിയിരുന്നത്. ജൂലൈ 9-ന് രാജ്യവ്യാപകമായി മഴ പെയ്തതോടെ 195.5 മില്ലിമീറ്റർ മഴ ഈ സീസണിൽ ലഭിച്ചു. ഇതോടെ മഴയുടെ കുറവ് 15.2% കുറഞ്ഞു. 230.4 മില്ലിമീറ്റർ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ മൺസൂൺ മഴ അറബിക്കടലിൻ്റെ വടക്ക് ഭാഗത്തേക്കും രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ മേഖലകളിലേക്കുമാണ് നീങ്ങിയിട്ടുള്ളത്. ഇക്കുറി മഴ ഗണ്യമായി കുറഞ്ഞത് പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം മൂലമാണ്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം കൊടുങ്കാറ്റായി മാറാനും ഒറീസ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയുടെ കുറവ് ഖാരിഫ് കൃഷിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. 350 ലക്ഷം ഹെക്ടർ മാത്രമേ ഇതുവരെ കൃഷി ഇറക്കിയിട്ടുള്ളൂ. 92 ലക്ഷം ഹെക്ടറിൽ ഇനിയും കൃഷി ഇറക്കാൻ ബാക്കിയുണ്ടെന്നാണ് കൃഷി മന്ത്രാലയവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നത്. ഇതിനിടെ എൽനിനോ പ്രതിഭാസം കേരള തീരത്തും അറബിക്കടലിലും ഇഷ്ടവിഭവമായ മത്തിയുടെയും നെയ്മത്തിയുടെയും ലഭ്യതയിൽ കാര്യമായ കുറവ് വരുത്തുമെന്ന് കൊച്ചിയിലെ CMFRI പഠനത്തിൽ പറയുന്നു. എൽനിനോ പ്രതിഭാസം കടൽ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വൻതോതിൽ ചൂടുപിടിപ്പിക്കുകയും അത് പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ചൂടുവെള്ളം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അറബിക്കടലിലേക്കും എത്താൻ 4 മുതൽ 6 വരെ മാസങ്ങൾ എടുക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2027 ഏപ്രിൽ മെയ് മാസത്തോടെ പസഫിക് സമുദ്രത്തിലെ ചൂട് കൂടിയ വെള്ളം ഇവിടെ എത്തും. ഈ കാലം നെയ്മത്തിയുടെയും മത്തിയുടെയും പ്രജനന കാലം കൂടിയാണ്. മുട്ടകൾ ചൂടിനെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നത് കൊണ്ട് 2027 നെയ്മത്തിയുടെയും മത്തിയുടെയും ഉൽപാദനം വൻതോതിൽ കുറയുമെന്നാണ് CMFRI പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും മറ്റു മത്സ്യങ്ങൾ കൂടുമെന്നും അതുകൊണ്ട് തന്നെ നെയ്മത്തി കുറഞ്ഞാലും ഇത് മീൻ വിപണിയെ കാര്യമായി ബാധിക്കില്ല എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എൽനിനോ മൂലം 2027 ചൂട് കൂടാനും ഏറ്റവും വരണ്ട വർഷമാകാനും സാധ്യതയുണ്ട്. കാർഷിക മേഖലയെയും ജലലഭ്യതയെയും ഇത് ബാധിക്കാനും ഇടയുണ്ട്. എന്നാൽ ഇതിനെ അതിജീവിച്ച് മൺസൂൺ സെപ്റ്റംബറിന് മുമ്പ് ശക്തമായി പെയ്യുമെന്ന ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും മഴ പെയ്യുമെന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.